നിങ്ങളുടെ കഴിവും മൂല്യവും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആരും അത് നിങ്ങൾക്കായി കണക്കാക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. അപമാനിച്ചവരെ കൊണ്ട് അഭിമാനം എന്ന് പറയിപ്പിക്കണം. അഹങ്കാരം എന്ന് പറഞ്ഞ് അടിച്ചമർത്തിയവർക്ക് മുമ്പിൽ അതിഗംഭീരമായി തല ഉയർത്തി നിന്ന് കാട്ടിക്കൊടുക്കണം. പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ ബഹുമാനം, സമാധാനം, അറിവ്, സമയം, സ്നേഹം, സന്തോഷകരമായ കുടുംബം എന്നിവയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം ഒരു മരത്തിന് ചില്ലകൾ നഷ്ടപ്പെടുമ്പോൾ പുതിയവ തളിർക്കാറുണ്ട്. നുണകൾ കൊണ്ട് ബന്ധങ്ങൾ കെട്ടിയുറപ്പിക്കാൻ ശ്രമിക്കരുത്. എന്നെങ്കിലും ഒരിക്കൽ സത്യങ്ങൾ അറിയുമ്പോൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വെറുക്കപ്പെടും. ഭാവന അറിവിനേക്കാൾ പ്രധാനമാണ്. അറിവ് പരിമിതമാണ്. അതേസമയം ഭാവന ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നു, പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു, പരിണാമത്തിന് ജന്മം നൽകുന്നു. ഒരു നാട് നശിക്കുന്നത് തിന്മ ചെയ്യുന്നവരെ കൊണ്ടായിരിക്കില്ല, പകരം തിന്മ കണ്ടിട്ടും പ്രതികരിക്കാത്തവരെ കൊണ്ടായിരിക്കും. വാക്കുകൾ താക്കോൽ പോലെയാണ്. ഏത് ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാനും അതുപോലെ ഒരിക്കലും തുറക്കാൻ ആവാത്ത വിധം പൂട്ടുവാനും വാക്കുകൾക്ക് കഴിയും. നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സ് മാറ്റാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളാണ് ഉത്തരവാദി. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ എപ്പോഴും നിരാശയിലായിരിക്കും. സന്തോഷമായിരിക്കാൻ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ സാഹചര്യം മാറ്റുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അവരെ കൂടെ കൂട്ടാൻ കഠിനമായി ശ്രമിക്കരുത്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ചില ആളുകൾ വ്യാജ പൂക്കൾ പോലെയാണ്. അവർ അകലെ നിന്ന് മനോഹരമായി കാണപ്പെടുന്നു, പക്ഷേ നിങ്ങൾ അടുത്ത് പോകുമ്പോൾ അവ എത്ര ഉപയോഗശൂന്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനാൽ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം മാറ്റാൻ സമയം കളയരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിക്കുകയും സന്തോഷവാനായിരിക്കുകയും ചെയ്യുക. ചില സമയങ്ങളിൽ പലതും ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങളത് ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒന്നല്ല ജീവിതം. ജീവിതത്തിലൂടെയേ പഠിക്കാനാകൂ. അടുത്ത നിമിഷം എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായി വരും. എന്നാൽ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ പാഠം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾ വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നതല്ല, നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള യാത്രയെ നിർണ്ണയിക്കുന്നത്. എല്ലാ കാലവും നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും തൃപ്തിപ്പെടുത്തിയും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളായി തന്നെ ജീവിക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ നിരവധി പരാജയങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ സ്വയം പരാജയപ്പെടാൻ ഒരിക്കലും അനുവദിക്കരുത്. ഒരു സ്വപ്നം നിറവേറാൻ സമയമെടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. സമയം എന്തായാലും കടന്നു പോകും. പരിധികൾ സ്വയം നിർണയിച്ച് ഒരു കൂട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടുവാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറാകരുത്. നിങ്ങളുടെ മനസ്സ് എത്രയും ദൂരം ചെന്നെത്തുന്നുവോ അത്രയും ദൂരം പോകുവാൻ നിങ്ങളും തയ്യാറാവുക. ഓർക്കുക, വിശ്വാസമുണ്ടെങ്കിൽ നിശ്ചയമായും പ്രവർത്തിക്കുവാനും സാധിക്കും. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചാൽ ജീവിതം കുറെ കൂടി എളുപ്പമാകും. വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസമില്ലെങ്കിലോ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്. സംസാരം കുറഞ്ഞ് വരുന്നതിനനുസരിച്ച് ബന്ധങ്ങളും അവസാനിച്ചു കൊണ്ടിരിക്കും. നമുക്കൊരു തളർച്ച വന്നപ്പോൾ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യരുണ്ടല്ലോ, അവരെ ഒരിക്കലും വീണ്ടും വിശ്വസിച്ചു പോകരുത്. ഒരു സാഹചര്യത്തെയോ വ്യക്തിയെയോ ഓർത്ത് ഭയപ്പെടരുത്. കാരണം നിങ്ങളുടെ പ്രതികരണമില്ലാതെ രണ്ടിനും നിങ്ങളെ ഒന്നും ചെയ്യാനാകില്ല. ശരിയായത് എല്ലായ്പ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുന്നതാകട്ടെ എല്ലായ്പ്പോഴും ശരിയുമല്ല. നമുക്ക് വേണ്ടി മറ്റൊരാൾ കണ്ടെത്തുന്ന സമയമാണ് നമുക്ക് അയാൾ കൽപ്പിക്കുന്ന മൂല്യം. ജീവിതം എല്ലായ്പ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങിയെന്ന് വരില്ല. മനോഭാവം നിങ്ങളുടെ ജീവിത വിജയത്തെ സ്വാധീനിക്കും.
നമുക്ക് നല്ല ജീവിതമോ ചീത്ത ജീവിതമോ നൽകിയിട്ടില്ല. നമുക്കൊരു ജീവിതം നൽകിയിട്ടുണ്ട്. അത് നല്ലതോ ചീത്തയോ ആക്കേണ്ടത് നമ്മൾ തന്നെയാണ്.